മൂലം ഭൗമോച്യുതം ഹന്തുമാതേ വിദധോദ്യമ തദ്വിസർഗാൽ പൂർവമേവ നരകസ്യ ശിരോഹരി അപാഹരൽ ഗജസ്ഥസ്യ ചക്രേണ ക്ഷുരനേമിന സകുണ്ടലം ചാരുകിരീട ഭൂഷണം ബഭൗ പൃഥിവ്യാം പതിതം സമുജ്വലൽ ഹാഹേതി സാധ്യുത്രഷേ സുരേശ്വര മാല്യർമുകുന്ദം വികിരന്തൈഡിരെ തതശ്ച ഭൂഹു കൃഷ്ണമുപേത്തി കുണ്ടലെ പ്രതപ്രതജാമ്പൂനതരത്നഭാസ്വരെ സ വൈജയന്തി വനമാലയ ആർപ്പയിൽ പ്രാചേതസം ഛത്രമഥോ മഹാമണി അസ്തൗഷീതഥ വിശ്വേശം ദേവി ദേവരാർച്ചിതം പ്രാഞ്ജലി പ്രണതാരാജൻ ഭക്തി പ്രവണയാധിയാ ഭൂമിരുവാച നമസ്തേ ദേവദേവേശ ശംഖചക്രഗദാധര ഭക്തേച്ഛോപാത്തരൂപായ പരമാത്മൻ നമോസ്തുതേ നമ പങ്കജനാഭായ നമ പങ്കജമാലിനെ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാഘ്രയെ നമോ ഭഗവതേ തുഭ്യം വാസുദേവായ വിഷ്ണവേ പുരുഷായ ആദിബീജായ പൂർണ്ണബോധായ തേ നമഃ അജായ ജനീത്രേസ്യ ബ്രഹ്മണേ നന്ദശക്തയെ പരാവരാൽപ്പൻ ഭൂതാൽപ്പൻ പരമാൽപ്പൻ നമോസ്തുതേ ത്വം വൈ ശിശ്രക്ഷുരജ ഉത്കടം പ്രഭോ തമോ നിരോധായ വിഭരിഷ്യ അസമൃത സ്ഥാനായ സത്വം ജഗതോജകൽപതേ കാലപ്രധാനം പുരുഷോ ഭവാൻ പരഃ അഹം പയോജ്യോതിരഥാനിലോ നഭോമാത്രാണി ദേവാമനേന്ദ്രിയാണി കർത്താമഹാനിത്യഖിലം ചരാചരം ത്വയ് അദ്വിതീയ ഭഗവൻ അയം ഭ്രമഃ തസ്യാത്മജോയം തവ പാദപങ്കജം ഭീതപ്രപന്നാർത്തി ഹരോപസാദിത തൽപാലയൈനം ഗുരു ഹസ്തപങ്കജം ശിരസ്യ മുഷ്യാഖില കൽമഷാപഹം ശ്രീശുക ഉവാച ഇതി ഭൂമ്യാർത്ഥിതോ വാഗ്ഭിഃ ഭഗവാൻ ഭക്തി നമ്രയ ദത്വാഭയം ഭൗമ ഗൃഹം പ്രാവിശൽ സകലർദ്ധിമൽ തത്ര രാജന്യകന്യാനം ഷത്സഹസ്രാധികായുധം ഭൗമാഹൃദാനം വിക്രമ്യ രാജഭ്യോ ദദിശേ ഹരിഃ തം പ്രവിഷ്ടം സ്ത്രയോ വീക്ഷണരവീരവിമോഹിതാഃ മനസവവൃരേഭീഷ്ടം പതിം ദൈവോപസാദിതം ഭൂയാൽപതിരയം മഹ്യം ധാതാ തദനുമോദതാം ഇതി സർവാഹ പൃഥക് കൃഷ്ണേ ഭാവേന ഹൃദയം ദധു താഹ പ്രാഹിണോദ്വാരവതീം സുമൃഷ്ടവിരജോംബരാഹ നരയാനൈർമഹാകോശൻ രഥാശ്വാൻ ദ്രവിണം മഹൽ ഐരാവതകുലേഭാംശ്ച ചതുർദന്താംസ്തരസ്വിന പാണ്ഡുരാംശ്ച ചതുഷ്ഷഷ്ടിം പ്രേഷയാമാസ കേശവഃ ഗത്വാ സുരേന്ദ്രഭവനം ദത്വാദിത്യൈ ച കുണ്ടലെ പൂജിതസ്ത്രിദശേന്ദ്രേണ സഹേന്ദ്രാണ്യാ ച സപ്രിയഃ ചോദിതോ ഭാര്യോൽപാട്ടി പാരിജാതം കരുത്മതി ആരോപ്യസേന്ദ്രാൻ വിബുധർനൃജിത്യോപാനയൽ പുരം സ്ഥാപിത സത്യഭാമായ ഗൃഹോദ്യാനോപശോഭന അന്യഗുരുഭ്രമര ആ സ്വർഗാൽ തൽഗന്ധാസവലംബടാഹ യയാജാനമ്യ കിരീടകോടിഭി സിദ്ധാർത്ഥയതേന വിഗൃഹ്യത്തെ മഹാനസോ അഹോസുരാണാം ച തമോധികാഢ്യത അധോ മുഹൂർത്തേ കസ്മിന്നാനാകാരേഷു താ സ്ത്രിയ യഥോപേമേ ഭഗവാൻ സ്ഥാവദ്രൂപധരോ വ്യയഃ ഗൃഹേഷു താസാമനപായ അതർക്ഷ്യകൃനിരസ്തസാമ്യാതിശയേഷ്വസ്ഥിത രമേ രമാഭിർനിജകാമ സംപ്ലുതോ യഥേതരോഗാരിഹകമേധികാംശ്ചരൻ ഇത്തം രമാപതിമവാപ്യപതിം സ്ത്രീയസ്ഥ ബ്രഹ്മാദയോപി ന വിദുപദവീം യദീയ ഭേജുർമുദാവിരതമേധിതയാനുരാഗ സാവലോകനവസംഗമജൽപലജ്ജാഃ പ്രത്യുദ്ഗമാസനവരാരിഹണപാദശൗചതാംബൂലവിശ്രമണവീജനഗന്ധമാല്യൈः പ്രത്യുദ്ഗമാസനവരാരിഹണപാദശൗചതാംബൂലവിശ്രമണവീജനഗന്ധമാല്യൈः കേശപ്രസാര ശയനസ്തപനോപഹാരീർദാസീശതാപി വിഭോർവിദധുസ്മദാസ്യം കരിഹിജിൽ സുഖമാസീനം സ്വതൽപസ്ഥം ജഗദ്ഗുരും പതിം പര്യചരൽ ഭൈഷ്മി വ്യജനേന സഖീജനൈഃ യസ്ത്വേദലീലയാ വിശ്വം സജത്യത്യവതീശ്വരഃ സഹിജാതസ്വ സേതുനം ഗോപീധായ ദുഷ്വജ തസ്മിന്നന്തർഗൃഹേ ഭ്രാജൻ മുക്താദാമി വിളംബിനാ വിരാജിത വിതാനേന ദീപൈർമണിമയൈരപി മല്ലികാദാമഭിപുഷ്പൈഃ ദുരേഭകുലനാദിതൈഃ ജാലരന്ധ്രപ്രവിഷ്ടൈശ്ച ഗോഭിചന്ദ്രമ സോമലൈഃ പാരിജാതവനാമോദവായിനോദ്യാനശാലിന ധൂപൈരഗുരുജൈരാജൻ ജാലരന്ധ്ര വിനിർഗതൈഃ. ഭക്തൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ ഭഗവാൻ എല്ലാം സാധിപ്പിച്ചു കൊടുക്കുന്നർത്ഥം. ഇനി ഭഗവാൻ ഒരുപാട് കല്യാണം കഴിക്കും. 16,107 കഴിക്കാൻ പോവാം. എന്താ തത്വം? ശരിക്കും രുക്മിണി ഈ ഭഗവാനെ വിവാഹം കഴിച്ചവരൊക്കെ നമ്മളെ മാതിരിയുള്ള ഓരോരോ ഭക്തന്മാരാ, ജീവന്മാരാണ്. പക്ഷേ ഭഗവാന്റെ മഹത്വം നമ്മൾ അറിയണം, കേൾക്കണം. ആ ഭഗവാന്റെ ഗുണഗണങ്ങൾ കേട്ട് ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കി ഭഗവാനെ അടയലാണ് ജീവിത ലക്ഷ്യം. ഭഗവാൻ ആണ് നശിക്കാത്ത വസ്തു എന്നാണ്. അങ്ങ് അച്യുതൻ, കൃഷ്ണനിൽ എൻ്റെ മനസ്സ് ഉറച്ചു എന്നല്ല പറഞ്ഞത്, അച്യുതനിൽ ഉറച്ചു എന്നാണ് പറഞ്ഞത്. നശിക്കാത്ത വസ്തുവായ ഈശ്വരനാണെന്ന് ദേവിക്ക് ബോധ്യമായി. അങ്ങനെ ബോധ്യം വരുന്നവരാണ് ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടി മോഹിക്കുക. അങ്ങനെയുള്ള ഓരോ ജീവൻ്റെയും ഈശ്വരപ്രാപ്തിയാണ് ഈ രുക്മിണി കല്യാണത്തിൻ്റെയും എല്ലാ കല്യാണങ്ങളുടെയും താല്പര്യം, തത്വം. പിന്നെ ദേവി പറഞ്ഞു, കുലവതികളായ ധീരകൾ ഭഗവാനെ മാത്രമേ വരിക്കൂ എന്ന്.
ആരാണ് ധീരൻ? ധീരർക്കേ ഭഗവാനെ കിട്ടുള്ളൂ. ഉപനിഷത്ത് പറയും കശ്ചിത് ധീര പ്രത്യഗാത്മാനമൈക്ഷത് ആവൃത്തചക്ഷു അമൃതത്വമിച്ഛൻ. നോക്കണം, അപൂർവം ചില ധീരന്മാർക്കാണത്രേ ആത്മാവായ കൃഷ്ണനെ പ്രാപിക്കാൻ പറ്റുന്നുള്ളൂ. അമൃതത്വപ്രാപ്തിയെ ആഗ്രഹിക്കുന്നു. മനസ്സിലായോ? അതിനാഗ്രഹിക്കുന്നവർ ബാഹ്യവിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കാൻ കഴിവുള്ളവരാ. വിഷയേഭ്യ ധിയം രാതി ഇതി ധീരഹ എന്ന്. നമ്മുടെ മനസ്സും ഇന്ദ്രിയങ്ങളും സദാ വിഷയങ്ങളുടെ പിറകെ ഓടിയിറക്കല്ലേ. അവർക്കെങ്ങനെയാ ഉള്ളിൽ ആത്മാവായിരിക്കുന്ന കൃഷ്ണനെ പ്രാപിക്കാൻ പറ്റുക? പറ്റില്ലല്ലോ. ആ വിഷയങ്ങളിൽ നിന്നൊക്കെ മനസ്സും ഇന്ദ്രിയങ്ങളും പിൻവാങ്ങി ഉള്ളിലേക്ക് തിരിഞ്ഞാലേ ആ ഭഗവാനെ പ്രാപിക്കാൻ പറ്റുള്ളൂ. അവരാണത്ര ധീരൻ. അപ്പോൾ ദേവി എന്താ പറഞ്ഞ? ഞാൻ ധീരയാണ്. ധീരര് ഭഗവാനല്ലേ വരിക്കുള്ളൂ, ആഗ്രഹിക്കുള്ളൂ, മോഹിക്കുള്ളൂ പ്രാപിക്കാൻ. അതാ. അപ്പോൾ ഇന്ദ്രിയജയം, മനോജയം, വിഷയങ്ങളിലുള്ള ആസക്തി, ഇതിനൊക്കെ ജയിച്ചവരാണ് ഭഗവാനെ പ്രാപിക്കാൻ അർഹന്നർത്ഥം. ഇതിനൊക്കെ എങ്ങനെ സാധിക്കുക? രുക്മിണിക്ക് അറിയേയില്ലായിരുന്നു ഈ കൃഷ്ണനെക്കുറിച്ച്. കൃഷ്ണനിൽ മോഹം എപ്പോഴുണ്ടായേ? എപ്പോഴുണ്ടായത്? കുട്ടിക്കാലം മുതലേ കൃഷ്ണൻ്റെ കഥകളിങ്ങനെ കേട്ടു വളർന്നു. ശ്രവണം, സജ്ജനങ്ങളിൽ നിന്നും ഗുരുജനങ്ങളിൽ നിന്നും ഈശ്വരൻ്റെ മാഹാത്മ്യങ്ങളെ നിരന്തരം കേട്ടാൽ മാത്രമേ ഒരാൾക്ക് നമ്മുടെ ജന്മം ഈശ്വരപ്രാപ്തിക്കുള്ളതാണ്. അപൂർവമായ മനുഷ്യജന്മം കൊണ്ട് ഈശ്വരനെ പ്രാപിക്കുകയാണ് വേണ്ടത്. ബാക്കി ആരെ പ്രാപിച്ചാലും ദുഃഖം തീരില്ല. കാരണം അതൊക്കെ നശിക്കുന്നതാണ്. ഭഗവാൻ മാത്രമേ നശിക്കാത്ത ആനന്ദസ്വരൂപനായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഭഗവതി എന്താ പറഞ്ഞത്? ഭഗവാനെ, ഞാൻ അവിടുത്തെ അവകാശമാണ്. സിംഹത്തിൻ്റെ അവകാശത്തെ സിംഹം കൊണ്ടുപോയില്ലെങ്കിൽ നാണക്കേട് സിംഹത്തിനാ. ഇവരൊക്കെ കുറുക്കന്മാരെ മാതിരിയാണ്. ഇവരൊക്കെ ദേഹാഭിമാനികളാണ്, വിഷയാസക്തികളാണ്, ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ ശേഷിയില്ലാത്ത ആൾക്കാരാണ് അവർ. അങ്ങനെയുള്ള അവരോടല്ല എനിക്ക് ചേരേണ്ടത്. അവിടുന്ന് ആരാ? ഈശ്വരനാ. ജീവൻ ആരുടെയാ? ജീവൻ ഈശ്വരൻ്റെ അംശമാണേ. അപ്പോൾ ഈശ്വരൻ്റേതല്ലേ. ശരീരമോ? ശരീരം പ്രകൃതിയുടെയാണ്, ജഡമായ പ്രകൃതിയുടെയാണ്. ആ ജഡമായ ആ പ്രകൃതിയുടെ വികാരമായ ജഡശരീരത്തെ ഞാനെന്ന് അഭിമാനിച്ചുകൊണ്ട് മറ്റ് ശരീരത്തെ അതുപോലെ സുഖാസ്പദമായി കണക്കാക്കിക്കൊണ്ട് ആ ശരീരങ്ങളെ മോഹിച്ച് ഈ ശരീരം കൊണ്ട് സുഖം കിട്ടണില്ല എനിക്ക്, ആ ശരീരം കൊണ്ട് സുഖം കിട്ടും എന്ന് വിചാരിച്ച് ഈ പരസ്പരം ശരീരത്തെ ആകർഷത്തിൽപ്പെടുന്നവരൊക്കെ ആരാണ്? മൂഢരാണെന്നർത്ഥം. ആരാണ്? ശിശുപാലനൊക്കെ സ്വന്തം ശരീരത്തിൽ സുഖം കിട്ടണില്ല, നീ മറ്റേ ശരീരത്തോട് ചേർന്നാൽ സുഖം കിട്ടുന്നത്. അവർ വേറെ രുക്മിണിയുടെ ശരീരത്തിനെ കണ്ടാ സ്നേഹിച്ചേക്കണതേ. രുക്മിണിയോ ആ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കണ ആത്മാവായ കൃഷ്ണനെ കണ്ട് സ്നേഹിച്ചേക്കണതേ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ സ്നേഹിക്കുന്നവർക്കാണ് ഭഗവാനെ കിട്ടുക. പക്ഷേ കുട്ടിക്കാലം മുതൽ ശ്രവണം ചെയ്യുന്നു നമ്മൾ. ശ്രവണമാണ് മുഖ്യമായ സാധനം. ശ്രവണത്തിലൂടെ നമുക്ക് ആഗ്രഹം ഉണ്ടായി ഭഗവാനെ അടയണം, ഭഗവത് പ്രാപ്തിയ ജീവിത ലക്ഷ്യം എന്ന്. പക്ഷേ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. നമ്മളെ എതിർക്കുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ്. നോക്കണം, അച്ഛനും അമ്മയും അനുകൂലമായിരുന്നു. ഏട്ടന്മാർ എതിർത്തപ്പോൾ അച്ഛനും അമ്മയും കാലുമാറിയില്ലേ അല്ലേ? ശരീരമാണ് അച്ഛൻ. ശരീരത്തിൽ നിന്നല്ലേ ശരീരത്തിലുണ്ടല്ലേ നമ്മൾ ഉണ്ടാവണത്. പക്ഷേ ഈ 5 ആങ്ങളമാർ നമ്മുടെ പഞ്ചിന്ദ്രിയങ്ങളാണ്. ബലവാൻ ഇന്ദ്രിയഗ്രാമോ വിദ്വാംസമപി കർഷതീന. വലിയ പണ്ഡിതനെ പാണ്ഡിത്യമൊക്കെ ഉണ്ടാവും, പക്ഷേ അവസരം വരുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് അടിമയായി പോകും. അപ്പോൾ ഓരോ ജീവനും സംസാരബന്ധനത്തെയും ദുഃഖത്തെയും വിട്ട് ആനന്ദസ്വരൂപനായ ഈശ്വരൻ്റെ സന്നിധിയിൽ പോകാൻ മോഹമുണ്ട്, ഈശ്വരനെ പ്രാപിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ അവശരാ. കാരണം ഇന്ദ്രിയങ്ങൾക്ക് അടിമയാണ്, ഇന്ദ്രിയങ്ങളുടെ ദാസന. അതാണിപ്പോൾ ഈ രുക്മിണിയുടെ അവശത ആ സന്ദേശത്തിൽ എഴുതിയത്. നോക്കൂ, ഇങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ കഥയാണ്. സത്സംഗത്തിലൂടെ ഭഗവാന്റെ ഗുണഗണങ്ങൾ കേൾക്കണം നമ്മൾ. അപ്പം മോക്ഷത്തിനും ഭഗവാൻ പ്രാപ്തിക്ക് ആഗ്രഹം ഉണ്ടാവും. ആഗ്രഹിച്ചാലും നിവൃത്തിയില്ല. എൻ്റെ മനസ്സ് പറഞ്ഞാൽ കേൾക്കണില്ല, ഇന്ദ്രിയങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ല, അത് വിഷയങ്ങളൊക്കെ ഓടിപ്പോവുക. ആ അവശനായ എൻ്റെ നില ഒന്ന് അയ്യോ ഭഗവാനെ അവിടുന്ന് തന്നെ വന്ന് എന്നെ സ്വീകരിക്കണേ, ഇവരൊക്കെ ജയിക്കാനുള്ള കഴിവ് എനിക്കില്ലേ എന്ന്. ഇനി എങ്ങനെയാണ് ആ ഭഗവാനെ നമുക്ക് പ്രാപിക്കാൻ കഴിയുക? പുണ്യത്തിൻ്റെ അഥവാ സുഹൃതത്തിൻ്റെ ആധിക്യം ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാനെ പ്രാപിക്കാൻ പറ്റുള്ളൂ. അതാണ് രുക്മിണി പറഞ്ഞത്. ഞാൻ ഈ ജന്മത്തിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്, പൂർവ്വജന്മത്തിലും ചെയ്തിട്ടുണ്ടാവും. ആ പുണ്യത്തിൻ്റെ ഫലമായിട്ട് അവിടെ നിന്ന് തന്നെ സ്വീകരിക്കണം. ഇനി എനിക്ക് പുണ്യം പോരാ, അവിടത്തെ പ്രാപിക്കാനുള്ള ആ പുണ്യം സുഹൃതം പോരെങ്കിലോ ഞാൻ 100 ജന്മം എടുത്ത് തപസ് ചെയ്യാൻ തയ്യാറാണ്. ആ 100 ജന്മത്തിലെ തപസ് ചെയ്ത് പുണ്യം നേടി ഞാൻ ഭഗവാനെ പ്രാപിച്ചിരിക്കും. അത്ര പോലും ശിശുപാലൻ്റെ കൂടെ പോവില്ല എന്ന് പറയുന്ന അർത്ഥം. ഞാൻ ഈ ജന്മത്തിൽ കുറേയൊക്കെ കഷ്ടപ്പെട്ടു, ജപം ചെയ്തു, പൂജ ചെയ്തു, ധ്യാനം ചെയ്തു, എനിക്ക് ഭഗവത് പ്രാപ്തി കിട്ടിയില്ലേ, എന്നാൽ നീ തിരിച്ച് ലൗകിക ജീവിതത്തിലേക്ക് പോവുക. നത്തിങ് ഡൂയിങ് നത്തം. അങ്ങനത്തെ ഒരു ചിന്തയില്ല. മനസ്സിലായോ? അനീശ്വര ചിന്തകൾ എന്നെ ബാധിക്കരുതേ എന്നാണ് പറഞ്ഞത്. ദമഘോഷ സുതാദികൾ എന്നെ സ്പർശിക്കരുതെന്ന് പറഞ്ഞാൽ ഭഗവാനല്ലാതെ മറ്റൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരാൻ പാടില്ല.
ഭഗവാനെ. മനസ്സിലായോ? ഞാൻ എന്നെ ഭഗവാന് സമർപ്പിച്ചു, ഞാൻ ഭഗവാൻ്റെയാണ്, ഐ ബിലോങ്സ് ടു ഭഗവാൻ. അതുകൊണ്ടോ എനിക്ക് ഭഗവാനെ പ്രാപിച്ചാലേ ധന്യതയുള്ളൂ. അതുകൊണ്ടോ 100 ജന്മെടുക്കാനും തയ്യാർ, തപസ് ചെയ്ത് സുഹൃതം നേടി ഞാൻ ഭഗവാനെ പ്രാപിച്ചിരിക്കും എന്നാണ് പറഞ്ഞത്. ആ പുണ്യത്തിനായിട്ട് തപസ് ചെയ്യുന്നു. ആ രുക്മിണിയുടെ സന്ദേശം കൊണ്ടുപോയി കൃഷ്ണനെ അറിയിച്ച്, ആ കൃഷ്ണനെ സന്ദേശം അറിയിക്കുകയല്ല ചെയ്ത്, കൃഷ്ണനെയും കൂട്ടി ഇങ്ങോട്ട് വന്ന് രുക്മിണിയും കൃഷ്ണനെയും കൂട്ടി യോജിപ്പിച്ചു കൊടുത്തു അല്ലേ? ആരാത് ചെയ്യണേ? ഈ ജീവനാവുന്ന രുക്മിണിയെയും ഈശ്വരനാവുന്ന കൃഷ്ണനെയും കൂട്ടി യോജിപ്പിക്കുന്ന ആ ദൗത്യമാണ് ഗുരുനാഥൻ്റെ. ഗുരുനാഥനാണ് വന്നത്. ആരാ ആ ബ്രാഹ്മണനെ കൊണ്ടയച്ചു കൊടുത്തത്? അമ്മ, നമ്മുടെ കാളിയമ്മയാണ്. ഈ പാർവതിയെ കുറെ കാലം ഭജിച്ചുവല്ലോ രുക്മിണി. ആ അമ്മയെ ഉപാസിച്ചപ്പോഴോ ആ അമ്മ തന്നെ ഗുരുനാഥനെ കൊണ്ടുവരുന്നു. മനസ്സിലായോ? ആ ഈശ്വരോപാസനയുടെ ഫലമാണ് ഈശ്വരൻ തന്നെ ഗുരുനാഥനായി വന്ന് ആ ജീവനെ ഈശ്വരനോട് ചേർക്കും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട പരമലക്ഷ്യമാണ്. ഇതറിയാതെ കല്യാണം എന്ന് പറഞ്ഞാൽ ലൗകിക കല്യാണം പോലെ അടിപൊളി നടത്തുന്ന ആൾക്കാർ, ടീ പാർട്ടിയും സദ്യയും, സപ്താഹം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ്. മനസ്സിലായോ? ഈ ലൗകികത്തിൽ നിന്നൊന്ന് ഉയരാനല്ലേ, നമ്മുടെ മനസ്സിനെ ഉയർത്താനല്ലേ നമ്മൾ ഭാഗവതം കേൾക്കേണ്ടത് അല്ലേ? മനസ്സിനെ ഭക്തി കൊണ്ട് ഈശ്വരപാദത്തിലേക്ക് ഉയർത്തണ്ടേ? എന്നാലല്ലേ ഈ ലൗകിക ക്ലേശങ്ങളും ദുഃഖങ്ങളും നമുക്ക് മോചനം ഉണ്ടാവുള്ളൂ. അതെ. ഇനി കാണിക്കണം എന്താ? നമുക്ക് എന്തെല്ലാം കഴിവുകൾ ഉണ്ടായാലും ശരി, ജീവൻ പരതന്ത്രനാണ്, സ്വാതന്ത്ര്യമില്ല. കാരണം ഈ രുക്മിണിക്ക് ഈ കുണ്ടരത്തിൽ നിന്ന് ആ കൃഷ്ണൻ്റെ അടുത്തേക്ക് അങ്ങനെ ഓടിപ്പോകാൻ പറ്റുമോ? എന്ത് ചെയ്യും? പാപമില്ലേ? ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കാനേ കരയാനേ പറ്റുള്ളൂ അല്ലേ? ഭഗവാൻ വന്ന് രുക്മിണിയെ ഇവിടുന്ന് കൂട്ടിയിട്ട് പോയില്ല വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? കൃഷ്ണൻ വരണില്ല എന്ന് പറഞ്ഞു വെച്ചാൽ രുക്മിണിയുടെ കാഥ വളരെ കഷ്ടത്തിലാവില്ലായിരുന്നോ? അതാണ്, നമ്മൾ പരതന്ത്രനാണ്. ഈശ്വരൻ ഇങ്ങോട്ട് വന്ന് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകണം, അങ്ങോട്ട് പോകാൻ കഴിയില്ല. അതാണ് കൃഷ്ണൻ വന്ന് കൊണ്ടുപോയി എന്ന് പറഞ്ഞത്. ഉപനിഷത്ത് പറഞ്ഞു, ആരാണോ ആ ആത്മാവായ ഭഗവാനെ വരിക്കുന്നത്, അവനെ ആ ആത്മാവായ ഭഗവാൻ ഇങ്ങടും വരിക്കും. വരണം എന്നാണ് പറഞ്ഞത്. വരണം ശരിക്കും കല്യാണം. ഭഗവാനെ വരിക്കുമ്പോഴേ ജീവന് കല്യാണം ഉണ്ടാവുന്നുള്ളൂ. അതാണ് ഭഗവാൻ ബലാത്കാരേണ ദേവി അപഹരിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ. എന്നിട്ട് എവിടെ കൊണ്ടുപോയി? സ്വധാമത്തിൽ കൊണ്ടുവന്ന് കല്യാണം കഴിച്ചു. സ്വധാമം വെച്ചാൽ അവിടെ ദ്വാരക എന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ സ്വധാമം ഏതാ? ഭഗവാന്റെ സ്വധാമം സ്വരൂപമാണ്. നമ്മുടെ ആത്മസ്വരൂപമാണല്ലോ ഭഗവത് സ്വരൂപം. ഈ ജീവനെ, ഈ വിഷയങ്ങളുടെ പിറകെ നടന്ന മനസ്സിനെ അവിടുന്ന് പതക്കനെങ്ങനെ ഭഗവാൻ പിടിച്ചു വലിച്ച് ആകർഷിച്ച് കൊണ്ടുപോയി ആ സ്വധാമത്തിൽ, ആ സ്വസ്വരൂപത്തിൽ ഭഗവാൻ അങ്ങോട്ട് ചേർക്കുമ്പോഴോ കൃഷ്ണരുക്മിണി പരിണയമായി, ജീവേശ്വര പരിണയമായി, ജന്മം സഫലമായി, കൃതാർത്ഥമായി, പരമാനന്ദമായി. ഭഗവാൻ തൻ്റെ ഭക്തയായ രുക്മിണിയെ ഭഗവത് പ്രാപിക്കാൻ ആഗ്രഹിച്ചിട്ടും എത്രയോ തടസ്സങ്ങൾ ഉണ്ടാക്കി പലരും. ആ തടസ്സങ്ങളെയൊക്കെ നീക്കി ഭഗവാൻ സ്വീകരിച്ചു, തന്നോട് ചേർത്തു. രുക്മിണിയെ മാത്രമല്ല, നമ്മളെയൊക്കെ ചേർക്കും ഭഗവാനോട്. നമുക്കൊക്കെ ഭഗവാനോട് ചേർന്നാലേ നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും പൂർണ്ണതയും കൈവരൂ. കാരണം നമ്മളൊക്കെ രുക്മിണിമാരാ, സ്ത്രീകളാ. കൃഷ്ണൻ ഒരാൾ മാത്രമേ ഉള്ളൂ, പുരുഷൻ. മനസ്സിലായോ? ഈ ദേഹത്തെ ഞാനെന്ന് അഭിമാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ശരീരമൊക്കെ പ്രകൃതിയാണ്, പ്രകൃതിയിൽ നിന്നുണ്ടായ പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ അതൊക്കെ നമ്മളൊക്കെ സ്ത്രീകളാണ്. ഇതിനെ പ്രവർത്തിപ്പിക്കുന്ന ആ ചൈതന്യം ആത്മാ, അവൻ പുരുഷോത്തമൻ, പരമാത്മാ, ഭഗവാൻ കൃഷ്ണൻ. അപ്പോൾ നമ്മുടെയൊക്കെ ലക്ഷ്യം എന്താ? ആ പരമാത്മ ഭഗവാനോട് ചേരല. അപ്പോഴേ നമുക്കൊക്കെ ജീവിതത്തിൽ കല്യാണം, ആനന്ദം ഉണ്ടാവുള്ളൂ. അതിന് ആഗ്രഹവും വേണം, അർഹതയും വേണം. ആഗ്രഹം ഉണ്ടാവണം. എങ്ങനെ ആഗ്രഹം ഉണ്ടാവും? അതിനാണ് ഭഗവാന്റെ കഥകൾ ഇങ്ങനെ കേൾക്കണം. അങ്ങനെ ഒരാളല്ല, എത്രയെത്രയോ പുണ്യാത്മാക്കൾക്ക്, സുഹൃതികൾക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിച്ചു. അവരുടെ കഥകളാണ് ഇനി പറയുന്നത്. സത്യഭാമ സത്രാജിത്തിൻ്റെ മകളായിരുന്നു. അനേകം രാജകുമാരന്മാർ കൊതിച്ചവള. സൽഗുണസമ്പന്നയും സുന്ദരിയൊക്കെയാണ്. ആ സത്യഭാമയെ ഭഗവാൻ വിവാഹം കഴിച്ചു. പിന്നെ ജാമ്പവാൻ്റെ വളർത്തുമകളായ ജാമ്പവതിയെ ഭഗവാൻ വിവാഹം കഴിച്ചു.
സത്രാജിത്ത് ഒരു ദരിദ്ര യാദവനായിരുന്നു. അദ്ദേഹം കുറച്ചു കാലം തപസ് ചെയ്തു സൂര്യനെ. സൂര്യഭഗവാൻ അനുഗ്രഹിച്ച് ഒരു സെമന്തകം എന്ന് പേരായ ഒരു മണി കൊടുത്തു, രത്നം. ഇത് വെച്ച് ദിവസം നീ പോയിച്ചോളൂ, എന്നാൽ നിനക്ക് 8 ഭാരം സ്വർണം കിട്ടും, പിന്നെ ആദിവ്യാധികളൊന്നും ഉണ്ടാവില്ല, അവിടെ നിനക്ക് സുഖമായി കഴിയാമെന്ന് പറഞ്ഞു. അദ്ദേഹം അതുകൊണ്ട് നാട്ടിൽ മുഴുവൻ പരസ്യപ്പെടുത്തി, എനിക്കിങ്ങനെ ഒരു രത്നം കിട്ടിയെന്ന്. എല്ലാവരുടെ മനസ്സിലും അസൂയ ഉണ്ടാക്കി, മോഹം ഉണ്ടാക്കി. എന്നിട്ട് വീട്ടിലൊക്കെ കൊണ്ടുവച്ച് പൂജിച്ചു, കാശൊക്കെ ഉണ്ടാക്കി, ഒരു പുതുപ്പണക്കാരനായി, നല്ല മാളികയൊക്കെ പണിത് അതിലങ്ങനെ താമസിക്കുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ ഈ മണി കാണാനായിട്ട് അവിടെ തിക്കും തിരക്കും ബഹളവും. അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാനും വന്നു ഒരു ദിവസം. എല്ലാം അറിയുന്ന കൃഷ്ണൻ ആ മണി കാണാൻ വന്നു. അപ്പോൾ കൃഷ്ണനെ മണിയൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഇത്ര അപൂർവമായ വിലപിടിപ്പുള്ളതായ ഒരു വസ്തു ഒരു വ്യക്തിക്ക് സൂക്ഷിക്കാൻ വലിയ ബുദ്ധിമുട്ടല്ലേ? അതിൻ്റെ സെക്യൂരിറ്റി വലിയ പ്രോബ്ലം ആവില്ലേ അല്ലേ? അതുകൊണ്ടത് മഹാരാജാവിനെ ഏൽപ്പിച്ചോളൂ. കൊട്ടാരത്തിൽ വെച്ചാൽ അത് സുരക്ഷിതമായിരിക്കും. അതിൻ്റെ പണമൊക്കെ എത്ര ദിവസം കിട്ടുക വെച്ചാൽ അങ്ങനെയൊക്കെ തരുകയും ചെയ്യാം. ഇന്നാണെങ്കിലോ ഗവൺമെൻറ് നാഷണലൈസ് ചെയ്യും. 100 വർഷം കഴിഞ്ഞ വസ്തുവാണെന്ന് പുരാവസ്തു അവർ വന്ന് പരിശോധിച്ച് പറഞ്ഞാൽ അതിനെ ഗവൺമെൻറ്റിൻ്റെ ചെയ്യും അല്ലേ? നാഷണലൈസ് ചെയ്യും അല്ലേ? അന്നത്തെ രാജാവ് ഉഗ്രസേന. അപ്പോൾ നല്ല കാര്യമാണ് പറഞ്ഞത്. നിനക്കിത് സൂക്ഷിക്കൽ വലിയ ബുദ്ധിമുട്ടാവും, കൊട്ടാരത്തിൽ സുരക്ഷിതമായിരിക്കും, നിനക്ക് അതിൻ്റെ പണം തരുകയും ചെയ്യാം, ദിവസം ഉണ്ടാവണ പണം. പക്ഷെ അത് കേട്ടിട്ട് സത്രാജിത്തിന് തോന്നി, കൃഷ്ണന് കൊതി, നല്ലത് കൃഷ്ണന് മാത്രമേ പാടുള്ളൂ, എനിക്ക് കഷ്ടപ്പെട്ട് കിട്ടിയ രത്നത്തിൽ മോഹം കൊണ്ടാണെന്ന്. കൊടുത്തില്ല, കൃഷ്ണനെ പറഞ്ഞയച്ചു. പക്ഷേ എന്തായി, അദ്ദേഹത്തിൻ്റെ അനിയൻ പ്രസേനൻ നായാട്ടിന് പോകുമ്പോൾ അത് തരാൻ പറഞ്ഞു. രാത്രിയിൽ ഈ മണി കെട്ടി തൂക്കിയിട്ട് പോയാൽ സൂര്യനെ പോലെ പ്രകാശമുണ്ടേ. അയാൾ ആ മണി കെട്ടി തൂക്കിയിട്ട് കാട്ടിലേക്ക് പോയി. പോണ വഴിക്കോ അയാളെ ഒരു സിംഹം അയാളെയും കുതിര അടിച്ചു കൊന്നു, മണി കൊണ്ടുപോയി. ആ സിംഹത്തെ ജാമ്പവാൻ അടിച്ചു കൊന്ന് ആ ജാമ്പവാൻ ആ മണിയും കൊണ്ട് തൻ്റെ ഗുഹയുടെ ഉള്ളിൽ തൻ്റെ കുട്ടികൾക്ക്, കുരങ്ങ കുട്ടികൾക്ക് കളിക്കാൻ കൊടുത്തു. കുട്ടികൾ അതിൻ്റെ പന്തടിച്ച് കളിക്കുക. സത്രാജിത്തോ മണിയും കൊണ്ട് നായാട്ടിന് പോയ അനിയനെ കാണാണ്ട് കൃഷ്ണനെക്കുറിച്ച് അപവാദം പറഞ്ഞു വരുത്തി. കൃഷ്ണൻ ആ മണി കണ്ടതും അതിനെ കുതിച്ചു, ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. ഇതിൻ്റെ പുറകിൽ കൃഷ്ണനാണ്. കൃഷ്ണൻ്റെ പേരെ കൊലപാതക കുറ്റം. അനുജനെ കൊന്ന് മണി കൊണ്ടുപോയി, കൃഷ്ണൻ ആരെങ്കിലും അയച്ചിട്ടുണ്ടാവും. ഫോൾസ് അലിഗേഷൻ ഭഗവാന്റെ പേരിൽ. നാട്ടുകാർ മുഴുവൻ പറഞ്ഞു നടക്കാൻ തുടങ്ങി. കൃഷ്ണന് ചീത്തപ്പേര്. ഭക്തന്മാർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ വലിയ സങ്കടം. ശരിയല്ലേ? ഭഗവാനെക്കുറിച്ച് നമ്മൾ ഈശ്വരതുല്യം ആരാധിക്കുന്ന ആ ഗുരുക്കന്മാരെയും മഹാത്മാക്കളെയും കുറിച്ച് നാട്ടുകാർ വേണ്ടാത്ത പറയുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാവില്ലേ? അപ്പോൾ ഭഗവാൻ ഉഗ്രസേന മഹാരാജാവിനോട് പറഞ്ഞു, എന്താ അതിൻ്റെ സത്യാവസ്ഥ? ഒരു അന്വേഷണ സംഘത്തെ അയക്കൂ. അങ്ങനെയാണല്ലോ ഇപ്പോൾ. അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എൻക്വയറി നടത്തണം. അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിലും? ശരിയല്ലേ? അതിന് അന്വേഷണ സംഘത്തെ അയച്ചു. അന്വേഷണ സംഘത്തിൻ്റെ കൂടെ കൃഷ്ണനും പോയി. അന്വേഷണ സംഘം കാട്ടി പോയപ്പോഴോ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പ്രധാനെയും കുതിരയും കൊന്നത് സിംഹം, കുറച്ചപ്പുറത്ത് സിംഹം ചത്ത് കിടക്കുന്നുണ്ട്. സിംഹത്തിനെ കൊന്നത് ജാമ്പവാന. ആ സിംഹത്തെ അവിടെ നിന്ന് കുറച്ചും കൂടി നടന്നു പോയപ്പോൾ ഗുഹയുടെ വക്കത്തെത്തി. ആ ഗുഹയുടെ ഉള്ളിലേക്ക് ഇറങ്ങാൻ അനക്ക് ധൈര്യമില്ല. കൃഷ്ണൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നോക്കുമ്പോണ്ട് കുരങ്ങൻ്റെ കുട്ടികൾ അങ്ങോട്ട് ഷട്ടിൽ കളിക്കുക. കണ്ടോ? ഈ മണിയുടെ വില അറിയാത്തവർക്ക് മണി കൈ കിട്ടിയപ്പോൾ, ഒരു വസ്തുവിൻ്റെ മഹിമ അറിയാത്തവർക്ക് അതിനെ കിട്ടിക്കഴിഞ്ഞാൽ അവനെ സദുപയോഗം ചെയ്യുന്നതിന് പകരം ദുരുപയോഗം ചെയ്യും. ശരിയല്ലേ? നമ്മളിങ്ങനെയല്ലേ? ഈ മനുഷ്യജന്മത്തിൻ്റെ വില അറിയാണ്ട് നമുക്ക് തന്നു. അപ്പോൾ നമ്മളെന്ത് ചെയ്യണു? ഇതിനെ കുരങ്ങി കുട്ടികൾക്ക് ഇങ്ങനെ കളിക്കാൻ കൊടുക്കുക. ഏതായി കുരങ്ങൻ കുട്ടി? നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഇങ്ങനെ വിഷയഭോഗങ്ങൾ അനുഭവിക്കാൻ തട്ടിക്കളിക്കാൻ കൊടുത്തിരിക്കുക. ശരിക്കും ഇതെന്തിനുള്ളതാ? ഈശ്വരനെ ഉപാസിച്ച് ഭജിച്ച് ആ ഈശ്വര സാക്ഷാത്കാരം നേടാൻ ഉള്ള സെമന്തകം പോലെ അപൂർവ രത്നമാണ് ഈ മനുഷ്യജന്മം. അതറിയില്ലല്ലോ അധികം ആൾക്കാരും. ഭഗവാനെ കണ്ട സമയത്ത്, കൃഷ്ണനെ കണ്ട സമയത്ത് കിരീടൊക്കെ വെച്ച് ഇങ്ങനെ ആളെ കണ്ടപ്പോൾ അവർക്ക് കുട്ടികൾക്കൊക്കെ ആകെ പരിഭ്രമം, ഭയം. ഒരു പൊട്ടിക്കരയാൻ തുടങ്ങി. ജാമ്പവാൻ ഈ മണിയിലൊന്നും ഒരു വിലയില്ല. അദ്ദേഹത്തിൻ്റെ രത്നം രാമനാമമാണ്. അല്ലയോ? രാമനാമം ജപിച്ചുകൊണ്ട് ശ്രീരാം 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 ജപിച്ച് അങ്ങനെ ധ്യാനത്തിൽ അങ്ങനെ രാമനെ കണ്ടുകൊണ്ട് ആനന്ദമായിട്ടിരിക്കുക. കുട്ടികളുടെ കരച്ചിൽ കേട്ടപ്പോൾ ജാമ്പവാൻ എണീറ്റു. ആരാ ഇവിടെ വന്നത് നോക്കണമല്ലോ. അപ്പോൾ ഉണ്ട് ഒരാൾ. ജാമ്പവാൻ കണ്ണു തുറന്നില്ല. ആൾ നോക്കാതെ യുദ്ധം തുടങ്ങി. 28 ദിവസം യുദ്ധം. കൃഷ്ണൻ അങ്ങോട്ട് ഇടിച്ചു, ജാമ്പവാൻ ഇങ്ങോട്ട് ഇടിക്കുക. അങ്ങനെ ഭഗവാന്റെ ഇടി കൊണ്ട് ജാമ്പവാൻ തകർന്ന് തരിപ്പണമായി. അപ്പോഴാണ് ജാമ്പവാൻ ആലോചിക്കുന്നത്, ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ തോൽക്കണത്. രാവണനോട് യുദ്ധത്തിൽ പോലും തോറ്റിട്ടില്ല അല്ലേ? ഞാൻ ആരുടെ മുമ്പിലാണ് തോറ്റത്?
ആരാണ് എന്നെ തോൽപ്പിച്ചത്? എൻ്റെ ഭഗവാനെ ശ്രീരാമസ്വാമി. ശ്രീരാമാന്ന് പറഞ്ഞ കണ്ണം കെടുത്ത് വന്നപ്പോഴോ ധാ നിൽക്കണു കോതണ്ഡരാമൻ നീലാംബുദശ്യാമള കോമളാംഗം സീതാസമാരോപിത വാമഭാഗം പാണൗ മഹാസായക ചാരുചാപം നമാമി രാമം രഘുവംശനാഥം. ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. ശ്രീരാമസ്വാമി തൻ്റെ സ്വാമിയാണോ ഞാൻ ഇത്ര ദിവസം ഇടിച്ചത്, ദ്രോഹിച്ചത്? വല്ലാത്ത കുറ്റബോധം, സങ്കടം, ആകപ്പാടം. കുറ്റബോധം എന്താ പറയേണ്ടത് വിഷയമില്ല. ഞാൻ രാമനാമം ജപിച്ചുകൊണ്ട് ഇടിച്ചത് മുഴുവൻ എൻ്റെ സ്വാമി മുമ്പിൽ വരുമ്പോൾ മനസ്സിലാക്കാൻ വിവേകമില്ലാണ്ട് പോയല്ലോ. സങ്കടമായി അല്ലേ? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, സാരമില്ല ജാമ്പവാൻ, അങ്ങ് എൻ്റെ നാമം ജപിച്ച് എന്നെ ഇടിച്ചാൽ എനിക്ക് വേദന എടുക്കുമോ? എൻ്റെ നാമം ജപിച്ചിട്ടില്ല ഇടിച്ചത്, അതൊക്കെ എൻ്റെ മേലെ പുഷ്പാഞ്ജലിയായിട്ടാണ് വീണത്. എനിക്ക് വേദനയൊന്നും എടുത്തിട്ടില്ല. അങ്ങക്ക് വേദന എടുത്തിട്ടുണ്ടാവും, ഞാൻ തലോടി തരാമെന്ന് പറഞ്ഞാൽ മേലൊക്കെ തലോടി, വേദനയൊക്കെ പോയി. അപ്പോൾ ജാമ്പവാൻ്റെ മേലൊക്കെ നുറങ്ങി വേദന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ശ്രീരാമസ്വാമി കൃഷ്ണരൂപം കാണിച്ചു കൊടുത്തു. ഇപ്പം രാമാവതാരം കഴിഞ്ഞ് കൃഷ്ണാവതാരമായി ജാമ്പവാൻ. ഇതാ ഈ മണി കാരണം ചില ചീത്തപ്പേരൊക്കെ ഉണ്ടായത് അന്വേഷിക്കാൻ വന്നതാണ്. സന്തോഷമായി. ഭഗവാനെ ആ മണി മാത്രമാക്കണ്ട, ഇവിടെ ഒരു നാരീമണിയുണ്ട്. അതിസുന്ദരിയായിട്ടുള്ള ജാമ്പവാൻ വളർത്തുന്ന ജാമ്പവതി. ആ ജാമ്പവതിയെയും ഈ ശമന്തകത്തെയും രണ്ടിനെയും ശ്രീകൃഷ്ണൻ കൊടുത്തു. ഭക്തനെ അനുഗ്രഹിച്ച് ഭഗവാൻ വെളിയിൽ വന്നു. ഇവിടെ പോയിട്ട് 28 ദിവസം കഴിഞ്ഞില്ലേ? അന്വേഷണ തങ്കം പുറത്ത് നിന്നു, കാവലിൽ നിന്ന് ഒരു 10 ദിവസമോ 12 ദിവസമൊക്കെ നിന്നുവരെ. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തോന്നി ഗുഹയുടെ ഉള്ളിൽ പോയ കൃഷ്ണൻ എന്തോ അത്യാപത്ത് വന്നു, അല്ലെങ്കിൽ കൃഷ്ണൻ വരണ്ടേ. ഇപ്പം തിരിച്ച് കൃഷ്ണൻ ആപത്ത് വന്നു. അവർക്ക് ഇറങ്ങിപ്പോയി നോക്കാൻ ധൈര്യമില്ലേനും. അവർ പോയി ഉഗ്രസേന മഹാരാജാവിനോട് പറഞ്ഞു. അപ്പോഴേക്കും ദ്വാരകാവാസികൾ മുഴുവൻ സത്രാജിത്തിനെ ശപിക്കാൻ തുടങ്ങി. ഈ ദുഷ്ടൻ കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഞങ്ങളുടെ കൃഷ്ണൻ ആപത്ത് വന്നുല്ലോ. ആ കൃഷ്ണൻ ആപത്ത് വരാതെ, ആ ആപത്തൊന്നും കൂടാതെ ആരോഗ്യത്തോടെ തിരിച്ചു കിട്ടാൻ വേണ്ടി അവർ നമ്മുടെ കാളിയമ്മയെ പൂജിച്ചു, ദുർഗയെ പൂജിച്ചു. കണ്ടോ ഭഗവതിയെ? ഭഗവാൻ എത്ര പ്രാവശ്യമായി ഈ അമ്മയെ ആരാധിപ്പിക്കുന്നത്.